ആ ആത്മകഥ വ്യാജ ആത്മകഥയാണ്, എൻ്റെ ആത്മകഥയല്ല. എങ്കിലും അന്ന് പ്രതിപക്ഷത്തിൽ നിന്നാണെങ്കിൽ കൂടി പഴി കേൾക്കേണ്ടി. അതൊക്കെ മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത്തരം ഒരു വാർത്ത ആദ്യം കൊടുത്തത്. പുസ്തകം എഴുതുന്ന ഞാൻ അറിയില്ല എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാര്യം. നാളെ രാവിലെ 10 മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്നാണ് DC ബുക്സിൻ്റെ ഓൺലൈനിൽ അവർ പ്രഖ്യാപിച്ചത്. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പകുതിയായിട്ടുള്ളൂ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ആരെങ്കിലും എഴുതിയതിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതൊരു ആസൂത്രിതമായ പദ്ധതിയായിരുന്നു. ശ്രീ പി ജയരാജൻ, കാരണം ഞാൻ ഇടപെടുന്നത് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ ബിഎൽഒമാരുടെ പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. അതിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഇരുന്നത്. അതെ വളരെ നന്ദി, വളരെ നന്ദി. അദ്ദേഹത്തിന് നല്ലൊരു ബുദ്ധി ഉണ്ടാകട്ടെ. താങ്ക് യു.